മണിപ്പൂരിലെ ജിരിബാമിൽ അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പത്രക്കുറിപ്പിൽ അറിയിച്ചു. ജിരിബാമിൽ നടന്ന 3 കേസുകളാണ് അന്വേഷണ പരിധിയിൽ. കഴിഞ്ഞ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. മണിപ്പൂർ പോലീസിൽ നിന്ന് വിവരങ്ങൾ കൈമാറുന്ന നടപടി പുരോഗമിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. റോബേക്രയിൽ വീടുകൾ കത്തിക്കുകയും 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തതാണ് അന്വേഷണ പരിധിയിലുള്ള കേസുകളിലൊന്ന്. 3 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 6 പേരെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി കൊന്നതിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ജിരിബാമിൽ സൈനിക ക്യാമ്പും പോലീസ് സ്റ്റേഷനും ആക്രമിച്ചതാണ് 2ാമത്തെ കേസ്. ജിരിബാമിൽ ഒരു സ്ത്രീയെ അക്രമികൾ കൊലപ്പെടുത്തിയതാണ് അന്വേഷണ പരിധിയിലുള്ള 3ാമത്തെ കേസ്. ജിരിബാം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളും NIA വീണ്ടും രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിനിടെ ജോലിക്ക് പോയ ആളെ കാണാതായതിനെ തുടർന്ന് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റിൽ വീണ്ടും സംഘർഷാവസ്ഥ. മെയ് വിഭാഗത്തിൽപ്പെട്ട ഇംഫാൽ വെസ്റ്റിലെ ലോയിത്താങ് ഗുനു നിവാസി ലഷ്റാം കമൽ ബാബു സിംഗിനെയാണ് തിങ്കളാഴ്ച ഉച്ച മുതൽ കാണാതായത്. എതിർവിഭാഗം തട്ടിക്കൊണ്ടുപോയതാണെന്ന പ്രചാരണമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. പോലീസും സൈന്യവും വ്യാപകമായ തിരച്ചിൽ തുടരുന്നുണ്ട്. കുക്കി മേധാവിത്വമുള്ള പ്രദേശത്താണ് സൈനിക ക്യാമ്പ്. ഇതിനു സമീപം താമസിച്ചിരുന്ന മേത്തൈ വിഭാഗക്കാർ കഴിഞ്ഞ വർഷം മെയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ തുടർന്ന് ലോയിത്താക് ഗുനുവിലേക്ക് ചേക്കേറുകയായിരുന്നു. കമൽ ബാബുവിന് വേണ്ടി സുരക്ഷാസേന അന്വേഷണം തുടരുന്നതിന് സമാന്തരമായി മേത്തൈകളും സംഘടിക്കുകയാണ്. സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഇവരെ തടയുന്നുണ്ടെങ്കിലും പലരും പിന്മാറാൻ കൂട്ടാക്കുന്നില്ല. കമൽ ബാബുവിനെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയെന്നും കടുത്ത സൈനിക നടപടികൾ ഉണ്ടാകണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം.